മദ്യനയത്തിൽ യോഗം വിളിച്ചതിന് തെളിവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മെയ് 21-ന് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ഡ്രൈ ഡേ വിഷയം ചർച്ചയായെന്നും തുടർന്നാണ് പണപ്പിരിവ് നടത്തിയത് എന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. സൂം മീറ്റിംഗിന്റെ ലിങ്ക് അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആരോപണം. മെയ് 21-ലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഉടമകൾ പണം കളക്ട് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയത്. പണം കൊടുത്തില്ലെങ്കിൽ മദ്യനയത്തിൽ മാറ്റം വരില്ലെന്ന് വളരെ കൃത്യമായിട്ടാണ് ബാർ ഉടമ പറഞ്ഞത്. മീറ്റിംഗിൽ ബാർ ഉടമകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നെന്നും വി.ഡി. സതീശൻ ആരോപണം ഉയർത്തി. മദ്യനയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ടൂറിസം മന്ത്രിമാർ പച്ചക്കള്ളം പറയുന്നു എന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സർക്കാരിന് മുന്നിലേക്ക് 6 ചോദ്യങ്ങളാണ് ഉയർത്തിയത്. ടൂറിസം വകുപ്പ് എന്തിന് എക്സൈസ് വകുപ്പിനെ മറികടന്നു? മന്ത്രിമാർ എന്തിന് കള്ളം പറഞ്ഞു? മന്ത്രി എം.വി. രാജേഷ് എന്തിന് DGPക്ക് പരാതി നൽകി? ടൂറിസം മന്ത്രി ബാർ നയത്തിൽ എന്തിന് തിടുക്കത്തിൽ ഇടപെട്ടു? KM മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച വിജിലൻസ് അന്വേഷണ മാതൃക എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രി എന്തിന് മൗനം പാലിക്കുന്നു? എന്നിങ്ങനെയായിരുന്നു വി.ഡി. സതീശൻ ഉന്നയിച്ച 6 ചോദ്യങ്ങൾ. മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രിമാർ ഞെട്ടിച്ചു. എന്നാൽ നടത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പെരുമാറ്റച്ചട്ടം മാറ്റിയാൽ ഉടനെ മദ്യനയത്തിൽ മാറ്റം വരുത്താമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് അഴിമതി ആരോപണത്തെ കുറിച്ചല്ല, അതെങ്ങനെ വാർത്ത പുറത്തു വന്നു എന്നതിനെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ഇത് വിചിത്രമായ കാര്യമാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ UDF സമര പദ്ധതികളുമായി മുന്നോട്ടു പോകും. 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു.